സാറേ, എനിക്കൊരു സംശയം. ദൈവം തനിക്ക് തന്നെ പേര് കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് CCC 203 മുതൽ 213 വരെ, 230 മുതൽ 231 വരെയുള്ള ഖണ്ഡികകളിൽ പറയുന്നു, തന്നെ വിളിക്കാനുള്ള സാധ്യത നൽകാൻ വേണ്ടി ദൈവം തനിക്ക് തന്നെ പേരിടുന്നു. ദൈവം ഒരിക്കലും അറിയപ്പെടാത്തവനായിട്ട് നിലകൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു കൂടുതൽ ഉയർന്ന സത്തയായിട്ട് തന്നെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ കേവലം ഊഹിച്ചറിയേണ്ട ആളായിട്ട് നിലകൊള്ളാനോ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു സജീവ വ്യക്തിയായിട്ട് അറിയപ്പെടാനും വിളിക്കപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പുറപ്പാട് 3:14 പറയുന്നത്, കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് തൻ്റെ പേര് വെളിപ്പെടുത്തിയെന്ന്. യാഹ്വേ, അതായത് ഞാൻ തന്നെയെന്ന്. ദൈവം തൻ്റെ ജനത്തിന് തന്നെ വിളിക്കാനുള്ള സാധ്യത നൽകുന്നു. എന്നാലും അവിടുന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, രഹസ്യമായ സാന്നിധ്യമാണ്. ബഹുമാനം മൂലം ദൈവത്തിൻ്റെ നാമം ഇസ്രായേലിൽ പറയപ്പെട്ടിരുന്നില്ല, ഇന്നും പറയുന്നില്ല. അതിന് പകരമായി അദോണായി എന്ന പേര് ഉപയോഗിക്കുന്നു. കർത്താവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിലെ യേശുവിനെ യഥാർത്ഥ ദൈവമായി മഹത്വപ്പെടുത്തുമ്പോൾ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. റോമക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, യേശു കർത്താവാണ്. സർ, ദൈവം സത്യമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? തിരുവചനത്തിൽ പറയുന്നു, ദൈവം പ്രകാശമാണ്, അവിടുന്ന് അന്ധകാരമില്ല. 1 യോഹന്നാൻ 1:5. അവിടുത്തെ വചനം സത്യമാണ്. സുഭാഷിതങ്ങൾ 8:7, 2 സാമുവേൽ 7:28. അവിടുത്തെ നിയമം സത്യമാണ്. സങ്കീർത്തനം 119, 142. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷി നൽകാൻ. യോഹന്നാൻ 18:37. യേശു പിലാത്തോസിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സത്യത്തിന് സാക്ഷി നൽകുന്നു. ദൈവത്തിന്റെ സത്യം തെളിയിക്കപ്പെടാൻ ദൈവം ഭൗതിക പരിശോധനകൾക്ക് വിധേയമാവുകയില്ല. കാരണം അവിടുത്തെ പരീക്ഷണത്തിന്റെ ഒരു വിഷയമാക്കാനായിട്ട് ശാസ്ത്രത്തിന് കഴിയുകയില്ല. ദൈവം ആത്മാവാണ്. എന്നാലും ദൈവം ഒരു സവിശേഷ തരത്തിലുള്ള തെളിവിന് സ്വയം വിധേയനാകുന്നു, മനുഷ്യനായി അവതരിച്ച യേശുവിന്റെ പരിപൂർണമായ വിശ്വാസ്യതയിലൂടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സത്യമാണെന്ന് നമുക്കറിയാം. യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന്. യോഹന്നാൻ 14:6. ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്ന ആർക്കും ഇത് പരീക്ഷിച്ച് കണ്ടെത്താൻ കഴിയും. എന്നാൽ അഹങ്കാരത്തോടെ തങ്ങളുടെ അറിവിന്റെ ബലത്തിൽ മാത്രം ദൈവത്തെ അന്വേഷിച്ചാൽ ഒരുപക്ഷെ അവിടുത്തെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്തെന്നാൽ ദൈവം സത്യമാണ്, സത്യം ദൈവികമാണ്.